ആശയവിനിമയത്തെയും പെരുമാറ്റത്തെയും ബാധിക്കുന്ന ഒരു വൈകല്യമാണ് ഓട്ടിസം. ഇതിനെ ഒരു രോഗമായി കണക്കാക്കേണ്ടതില്ല. സമൂഹത്തിൽ നിന്നും നീക്കി നിർത്തേണ്ടവരല്ല ഈ കുട്ടികൾ. മറിച്ച് സ്നേഹപൂർവമായ പരിലാളനവും ശുശ്രൂഷയും ഇവരെ സമൂഹത്തോട് ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു. ഇതാ നമുക്ക് മുമ്പിൽ ഓട്ടിസ ബാധിതയായ അന്നക്കുട്ടിയും കുടുംബം. നമുക്കെന്നാ കളിച്ചാലോ? അത് വീണല്ലോ. അയ്യോ, രാത്രിയായി. ഞാനെന്നാ വീട്ടിൽ പോകട്ടെ. അമ്മ എന്നെ ചീത്ത പറയും. നമുക്ക് വേലയ്ക്ക് പോകാട്ടോ. അവിടുന്ന് നമുക്ക് കളിപ്പാട്ടം വാങ്ങാം. അപ്പ ഇതുണ്ടല്ലോ, ഇത് നോക്കിയേ. എനിക്കിത് സ്കൂളിൽ പടം വരച്ചതിന് സമ്മാനം കിട്ടിയതാ. കുട്ടാ, അന്നമോളെ, അതല്ലപ്പാ, ഇത് നോക്ക്, ഇത് നോക്കപ്പാ. അപ്പ? എന്റെ അപ്പയാ, എന്റെ അപ്പ. മോളെ, എവിടെയായിരുന്നു? എന്തെടുക്കുകയായിരുന്നടാ? ഞാനും അവളും TV കാണുകയായിരുന്നു. ദേ, അപ്പ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അച്ഛനും മോളും കൂടെ അകത്തിരുന്ന് കഴിക്കാട്ടോ. ഡാ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിച്ചേ. ചേട്ടാ, ചേട്ടാ, TV, ചേട്ടാ, ചേട്ടാ, TV. അന്നമോളെ, വാ, നമുക്ക് ചോറ് കഴിക്കാം. അമ്മേ, എനിക്കും കൂടി വാരിത്തരോ? മോൻ വലിയ കുട്ടിയായില്ലേ, തനിയെ വാരി കഴിക്ക്. അപ്പോ അമ്മ അവൾക്ക് വാരി കൊടുക്കുന്നുണ്ടല്ലോ. അവൾ വലിയ കുട്ടിയായില്ലേ, പിന്നെ എനിക്ക് വാരി തന്നാൽ എന്താ? മോനെ പോലെയാണോ അന്നമോള്? മോള് ഈ TV-യിലെ പരിപാടിയൊക്കെ നോക്കിയേ. അത് ശരി, നീ പഠിക്കാതെ TV കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ? പോയിരുന്ന് പഠിക്കി. ദേ നോക്കിയേ, മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അമ്മ പറയട്ടെ. നാളെ നമുക്ക് മണർക്കാട് പള്ളി പെരുന്നാളിന് പോയാലോ? ഹായ്, പോകാം. നമ്മൾ എപ്പോഴാ പോണേ? ഹായ്, ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അന്നക്കുട്ടി, കാലത്തെ നേരത്തെ എണീക്കണം. നമുക്ക് പള്ളിയിൽ പോണം, കുർബാന കൂടണം. അത് കഴിഞ്ഞാണ് പള്ളിയിൽ കുറേ പരിപാടികൾ ഉള്ളത്. അതൊക്കെ കാണണ്ടേ നമുക്ക്? അയ്യോ, അതേടാ, നോക്ക്, അതാ ഒരു പച്ചക്കുതിര. ആടാ, നല്ല രസമുണ്ട് അത് കാണിക്കുന്നത് കാണാൻ. അല്ല, അത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അലനല്ലേ? അതവന്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു. അതേടാ, അതവന്റെ അനിയത്തി തന്നെയാ. ഇങ്ങനെയൊരു അനിയത്തിയുള്ള കാര്യം അവൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നാടകം ഇഷ്ടമായോ? ഉറക്കം വന്നൂലേ? എന്നാ മോൾ പോയി ഉറങ്ങിക്കോട്ടോ. നീ ഇത് കുടിച്ചോ. പള്ളിപ്പറമ്പെന്ന് അപ്പൻ വാങ്ങിയതാ. ചേട്ടാ,
ഞാൻ നേരത്തെ കുടിച്ചതാ. നീ ഉറങ്ങിയത് കൊണ്ട് നിനക്ക് വേണ്ടി വെച്ചതാ. കുടിച്ചോ. ചേട്ടാ 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 എന്തു പറ്റി മോളെ, എന്തു പറ്റി? ചേട്ടാ ഒന്ന് ഓടി വാ, അന്റെ മോൾക്ക് എന്തോ പറ്റി, ഭയങ്കര കരച്ചിലാണ്. ചേട്ടാ ഒന്ന് വേഗം വാ, അന്റെ മോൾ നല്ല കരച്ചിലാണ്. മോളെ, എന്താടി മോളെ, എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് പറ. ഒന്ന് വേഗം വാ, അന്റെ കുട്ടിക്ക് എന്തോ പറ്റി, ഭയങ്കര കരച്ചില്. മോളെ എടുക്ക്, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം. ഡാ, നീ അപ്പുറത്ത് ആരുടെയെങ്കിലും വീട്ടിൽ പോയിരിക്കി. ഈശോയെ, എൻ്റെ അനിയത്തിക്ക് ഒന്നും വരുത്തല്ലേ. അവൾ മരിച്ചു പോകുമോ? ഈശോയെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഈശോ, വീട്ടുകാർക്കും എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമാണ്. പുറത്തിറങ്ങുമ്പോൾ അവളെ കാണിച്ച് എല്ലാവരും എന്നെ കളിയാക്കും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാവും, ദേഷ്യവുമൊക്കെ വരും. ഈശോയെ, അതുകൊണ്ട് അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഈശോ, അവൾ പാവമാണ്. ഈശോ, അവൾക്കൊന്നും വരുത്തല്ലേ. ഈശോയെ, എൻ്റെ അനിയത്തെ രക്ഷിക്കണേ. അവൾക്കൊന്നും വരുത്തല്ലേ. കുഞ്ഞെ, നിനക്കറിയോ അവൾക്ക് ആരോടാ കൂടുതൽ ഇഷ്ടമെന്ന്? ഈ അപ്പനോടും അമ്മയോടൊന്നുമല്ല, നിന്നോടാ. നിന്നോടൊപ്പം കളിക്കാനും TV കാണാനും പള്ളിയിൽ പോകാനും എല്ലാറ്റിനോടും അവൾക്ക് ചേട്ടൻ വേണമായിരുന്നു. അവളെ പോലൊരു കുഞ്ഞ് വീട്ടിലുണ്ടാവുമ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഒരു പ്രാർത്ഥനയുമാണ്. അവളെ നോക്കി വളർത്തുക, പരിപാലിക്കുക, അവളുടെ ഭാവി എന്താവും, അങ്ങനെ 1000 വാക്കുകൾ. പിന്നീട് വാത്സല്യമാറും. അവളുടെ നിഷ്കളങ്കമായ ചിരിയിലേക്ക് അവളുടെ ജീവിതം മാറും. പിന്നീട് അവൾ ലോകത്തെ മറ്റൊന്നും കാണുന്നില്ല. നമ്മുടെ കയ്യിലേൽപ്പിച്ച അവളെ യാതൊരു പോറല് പോലും ഏൽക്കാതെ സംരക്ഷിക്കുക എന്നതിലേക്ക് ഞങ്ങളുടെ ജീവിതം ചുരുങ്ങും. അതിനിടയിൽ നിന്നെ സ്നേഹിക്കാത്തതായിട്ടോ ശ്രദ്ധിക്കാത്തതായിട്ടോ നിനക്ക് തോന്നിയോ മോനെ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇല്ലേ? എന്നാൽ അവൾക്കത് സാധിക്കുമോ മോനെ? അതുകൊണ്ട് അവളോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ടേ? നിന്നെ സ്നേഹിക്കാൻ എളുപ്പമായിരുന്നു മോനെ. എന്നാൽ അവൾക്ക് സ്നേഹം നാം കരുതലും സംരക്ഷണവും മാത്രമാണ്. അവൾക്കൊപ്പം രാത്രിയിലും പകലും നടന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്കത് തെളിയിക്കാനാവൂ. നമ്മൾ അടുത്തില്ലാത്ത ഒറ്റ നിമിഷം മതി അവൾ ഇല്ലാതാകാൻ. ഞങ്ങളില്ലാത്തപ്പോ നീ വേണം അവളുടെ കൈപിടിക്കാൻ. നീയാണ് നോക്കാൻ, കൂട്ടിയിരിക്കാൻ. എന്നിട്ടെന്താ കുട്ടി നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? സോറി അപ്പാ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാപ്പാ. എന്നോട് ക്ഷമിക്കപ്പാ. ഞാൻ എന്തെന്നറിയാതെ ചെയ്തു പോയതാണപ്പാ. അറിയാതെ ചെയ്തു പോയതാണപ്പാ. എന്നോട് പൊറുക്കപ്പാ. നീ കരയല്ലേ? അവൾക്കൊന്നും പറ്റിയിട്ടില്ലടാ. ദേ അങ്ങോട്ട് നോക്കിയേ, ആരാ വരുന്നതെന്ന്. അവൾ എവിടെ? എനിക്കവളെ കാണണം അപ്പാ. കരച്ചിൽ നിർത്തി നോക്കടാ. ചേട്ടാ 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 മോളെ, നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ. ഈ ചേട്ടൻ ചെയ്തത് ഈ ലോകത്തിലെ വലിയൊരു തെറ്റ് തന്നെയാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും നല്ല സഹോദരനായി ഇനി ഞാൻ ജീവിക്കും. നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം. നമ്മുടെ ബന്ധത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നീ എന്നോട് ക്ഷമിക്കോളേ. ചേട്ടാ 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 ചേട്ടാ